നമസ്കാരം. വാർത്താമഴ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സങ്കടപ്പെടുത്തുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. ആദായ നികുതി റെയ്ഡിനിടെ പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കി. ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയുണ്ടായിരുന്നുവെന്നും 1 മണിക്കൂറോളം ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നുമാണ് ജീവനക്കാരുടെ മൊഴി. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ കർണാടക പോലീസ് കേസെടുത്തു. Today in the Ashoknagar police station limits, an incident has taken place wherein the Confident Group chairman and founder, he has reportedly shot himself dead. As of the initial reports, the soccer team, the ballistic team, all have come here. We are inquiring into it. We are taking up a case. The body was the injured person was immediately shifted to a nearby hospital where he was declared dead, brought dead. As of now, the reports say that since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. മരണത്തിന് ഉത്തരവാദി ആദായ നികുതി ഉദ്യോഗസ്ഥരെന്നും IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് പറഞ്ഞു. നേരത്തെ മുറിയിൽ വെച്ച രേഖകൾ തുറന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നും 3 ആഴ്ച മുൻപ് കോൺഫിഡന്റ് അടക്കമുള്ള 4 ബിൽഡേഴ്സിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, തീർത്തും സങ്കടകരമായ വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്നത്? പ്രവിധ അശോക് നഗർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക വിവരശേഖരണമെല്ലാം നടത്തിയിട്ടുണ്ട്. ഫോറൻസിക്കിന്റെയും ബാലിസ്റ്റിക്കിന്റെയും ഒക്കെ ടീമുകൾ അവിടെ എത്തുകയും പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. IT ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ എന്തായാലും പരിശോധന അല്ലെങ്കിൽ കേസെടുത്ത് ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ FIR ഇട്ടിരിക്കുന്നതും ആത്മഹത്യ ചെയ്തു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ആ അർത്ഥത്തിലാണ് എന്തായാലും കേസ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ജീവനക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഡോക്ടർ റോയ് CJയെ. മാത്രമല്ല വലിയ ഭീഷണി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭീഷണി, എന്നൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ജീവനക്കാർ പോലീസിന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അതിനുശേഷമായിരിക്കും നാളെയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് രാത്രിയോടുകൂടി നാളെ പുലർച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ബംഗളൂരുവിലെത്തും. അതിനുശേഷമായിരിക്കും ബംഗളൂരുവിൽ തന്നെയായിരിക്കും സംസ്കാരം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോറിംഗ് ഹോസ്പിറ്റലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. IT-യിൽ നിന്ന്, ആദായ നികുതി വകുപ്പിൽ നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞൊക്കെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തായാലും വരുന്നത്. ആ ഉദ്യോഗസ്ഥൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. IT-യുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണമെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് 3 ആഴ്ച മുമ്പ് കോൺഫിഡന്റ് അടക്കമുള്ള ബിൽഡേഴ്സുകളിൽ ബംഗളൂരുവിലെ ബിൽഡേഴ്സുകളിൽ പരിശോധന നടത്തിയിരുന്നു. കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടത്തിയത്. ഇവിടെ നിന്നും പിടിച്ചെടുത്ത കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്നും പിടിച്ചെടുത്ത ചില രേഖകൾ അത് അവിടെ തന്നെ ഒരു മുറിയിൽ അടച്ച് സീൽ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ഈ രേഖകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് IT വകുപ്പിൽ നിന്നുമുള്ള അല്ലെങ്കിൽ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. 3:15 കൂടിയാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു. എന്തായാലും 1 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നതിന് ശേഷം വീണ്ടും രേഖകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ രേഖകൾ എടുക്കാനായി മുറിയിലേക്ക് പോവുകയായിരുന്നു ഡോക്ടർ റോയ് CJ എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അവിടെ വെച്ചാണ് വെടിയുതിർത്ത് മരിക്കുന്ന ഒരു നിലയുണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവിടെ വെച്ചാണ് മരണം ഡിക്ലെയർ ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. വലിയ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അത്ര മാനസിക ധൈര്യമുള്ള ഒരാളാണ്, അത്ര ദുർബലനല്ല. ഈ പറഞ്ഞ രീതിയിലുള്ള കേസുകളോ അല്ലെങ്കിൽ IT റിട്ടേൺസ് ഫയൽ ചെയ്യാത്ത പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുന്ന ഒരാളല്ല. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള IT സംഘം അവിടെ പരിശോധന നടത്തുന്നതിന് ഒരു ഹൈക്കോടതിയിൽ പോവുകയും കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നൊരു സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അയാൾ തീർച്ചയായും എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആദായ നികുതി റെയ്ഡിനിടെയാണ് പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ റോയ് CJ ജീവനൊടുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബംഗളൂരുവിലെ
പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനീഷ് മൂർത്തി നൽകുന്ന വിവരം. റോയ് CJയുടെ സംസ്കാര ചടങ്ങുകൾ നാളെയാകും നടക്കുക. ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കേരളത്തോടും മലയാളി സമൂഹത്തോടും പ്രതിബദ്ധത പുലർത്തിയ വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് CJ. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും വിവിധ സംഘടനകൾ കേന്ദ്രീകരിച്ച് കുടിവെള്ള പദ്ധതികളും ഉൾപ്പെടെ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. ഒരു ഫെയിലിയർ വന്നാൽ അതിൽ നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. ജീവിതം ഒരാഘോഷമാക്കണമെന്ന് വിശ്വസിച്ചയാൾ. ഇച്ഛാശക്തിക്കൊപ്പം പാഷനും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു രംഗത്തും വിജയിക്കാൻ കഴിയുമെന്ന് ആവർത്തിച്ചുറപ്പിച്ചൊരാൾ. ബിസിനസ്സിൽ ജയപരാജയങ്ങൾ സാധാരണയാണെന്നും തളരാതെ മുന്നേറണമെന്നും ജീവിതാനുഭവത്തിലൂടെ തെളിയിച്ചൊരാൾ. 25-ാം വയസ്സിൽ ആദ്യമായി വാങ്ങിയ മാരുതി കാർ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയയാൾക്ക് 10 ലക്ഷം രൂപ പ്രതിഫലം നൽകി. 36-ാം വയസ്സിൽ സ്വന്തമായി ചെറുവിമാനം വാങ്ങി. കർണാടകയിൽ സെന്റിന് 6000 രൂപയ്ക്ക് വാങ്ങിയ 360 ഏക്കർ ഭൂമിക്ക് ഇന്ന് കോടികളുടെ മൂല്യമുണ്ട്. കർണാടകയിലും കേരളത്തിലും 200 സ്കൂളുകളിൽ 1 കോടിയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. വിവിധ സാമൂഹ്യ സാമുദായിക സംഘടനകളുമായി ചേർന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു നൽകി. ബിസിനസ്സിലൂടെ ലഭിച്ച നേട്ടങ്ങളുടെ ഒരു പങ്ക് സമൂഹത്തിന് തിരിച്ചു നൽകണമെന്ന ചിന്തയാണ് ഈ പദ്ധതികൾക്കു പിന്നിൽ. ബിസിനസ് മേഖലയിൽ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര ഫലിപ്പിച്ചാണ് ഡോക്ടർ റോയ് CJ വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24. ഡോക്ടർ റോയ് CJ അഭിമാനിയായ സംരംഭകനെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. വീട്ടിലെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദനയാണുള്ളതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ അത്രയും രീതിയിൽ ഡീസൻ്റായി ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞ വർത്താനം അതുപോലെ തന്നെ കറക്റ്റായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയും നല്ല ആരോഗ്യവാനും ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടി ഇരിക്കുമായിരുന്നു. ഞാൻ 10 പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സംസാരങ്ങളും ഇത്രയും ഞങ്ങളൊരു വീട്ടിലൊരു സഹോദരൻ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അജിത് പവാറിന്റെ ഭാര്യ സുനീത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. നാളെ വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിർണായക NCP യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ മഹാരാഷ്ട്രയ്ക്ക് ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയെ ലഭിക്കുകയാണ്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? പ്രവിത, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് പാർട്ടി നേതാക്കൾ നടത്തിയ കൂടിയാലോചനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് ലളിതമായ ഒരു ചടങ്ങിലായിരിക്കും സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനു മുമ്പായി വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് NCPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. ഈ ഒരു തീരുമാനത്തിന്, സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയായി തീരുമാനിച്ചുകൊണ്ടുള്ള യോഗത്തിന് ഔപചാരികമായ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സുനേത്ര പവാറിന്, അജിത് പവാർ വഹിച്ചിരുന്ന 3 വകുപ്പുകളിൽ 2 വകുപ്പുകൾ സുനേത്ര പവാറിന് നൽകാൻ ധാരണയായിരിക്കുന്നു എന്നാണ് പുറത്ത് ലഭ്യമാക്കുന്ന വിവരം. അതേസമയം എക്സൈസ് വകുപ്പ് സുനേത്ര തന്നെ കൈകാര്യം ചെയ്യുമെങ്കിലും ധനവകുപ്പ് അതേസമയം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുത്തേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അജിത് പവാറിന്റെ മരണത്തെ തുടർന്നാണ് ഭാര്യ സുനീത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകുന്നത്. നാളെ വൈകിട്ട് നടക്കുന്ന ലളിതമായ ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ DMO തല അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ചികിത്സാ രേഖകളുമായി നാളെ ആശുപത്രിയിലെത്താൻ നിർദ്ദേശം ലഭിച്ചതായി പരാതിക്കാരിയുടെ കുടുംബം അറിയിച്ചു. ജിബിൻ JB ആണ് ചേരുന്നത് തിരുവനന്തപുരത്തുനിന്ന്. ജിബിൻ, പറയൂ. ഇന്നാണ് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പ്രസവത്തിന് ശേഷം തുന്നിച്ചേർത്തത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നു എന്നാണ് ഈ യുവതിയുടെ ആരോപണം. അതായത് മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പ്രസവത്തിന് ശേഷം ഡോക്ടർ തുന്നിക്കെട്ടിയത്. അത് കാരണം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് കഴിഞ്ഞ കുറെ മാസങ്ങളായി നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് ആ യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യുവതി മുഖ്യമന്ത്രിക്കും സാമൂഹ്യ നീതി വകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി
പരാതി നൽകിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അന്വേഷണത്തിന് ഡിഎംഒ തല അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാരേഖകൾ, അതായത് ഈ യുവതി കഴിഞ്ഞ കുറെ മാസങ്ങളെ വിവിധ ആശുപത്രികളിലായി ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയമായി. അത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള രേഖകളുമായി അടുത്ത ദിവസം രാവിലെ 11 മണിയോടുകൂടി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഡിഎംഒ ഈ പരാതിക്കാരിക്ക് നൽകിയിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും ലാളിത്യമുള്ളവ അതിജീവിക്കുമെന്ന് ചലച്ചിത്ര പ്രവർത്തകൻ പ്രകാശ് വർമ്മ. ബാല്യം നൽകിയ മൂല്യങ്ങളാണ് വ്യക്തിത്വ വികസനത്തിന് കാരണമാകുന്നത്. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മിനിറ്റുകളിൽ നിന്ന് സെക്കൻഡുകളിലേക്ക് ഡിജിറ്റൽ ലോകം മാറിയാലും വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിയാകുമ്പോൾ അവ കാലത്തെ അതിജീവിക്കുമെന്ന് ചലച്ചിത്ര പ്രവർത്തകൻ പ്രകാശ് വർമ്മ. ചുറ്റും സംഭവിക്കുന്നതിൽ കണ്ണോടിച്ചാൽ നിരവധി ജീവിതാനുഭവങ്ങൾ കാണാമെന്നും കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ പ്രകാശ് വർമ്മ പറഞ്ഞു. റീലുകൾ വേഗത്തിൽ മാറ്റാൻ ശ്രമിക്കുന്ന മനുഷ്യ തലച്ചോറിനെ ആശയപരമായ ഒരു വിഷയത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് പരസ്യകല. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ രൂപീകരണത്തിന് സഹായകമാകുന്നത് ബാല്യമാണ്. ആ ബാല്യത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് തന്റെ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും പ്രചോദനമായിട്ടുള്ളതെന്നും പ്രകാശ് വർമ്മ. നമുക്കറിയാവുന്ന നമുക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇമോഷൻ കണ്ടെത്താൻ പറ്റും, ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും, ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ 20 വർഷം ശേഷമല്ല 100 വർഷത്തിന് ശേഷവും നമുക്കൊക്കെ കഥകളുള്ള മനുഷ്യരാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ക്രക്സ്, ഡീപ്പ് ഡൗൺ ക്രക്സ് ഓഫ് ദ സ്റ്റോറി ഓർ എൻ ഐഡിയ, അത് വളരെ സിമ്പിളും ഇമോഷണലും ആണെങ്കിൽ it will 100% it will work even after 200 years. സിനിമയും സംഗീതവും കാലാതീതമായി നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം മാനുഷിക മൂല്യങ്ങളും അനുഭവങ്ങളുമാണെന്നും വളർന്നുവരുന്ന തലമുറയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും പ്രകാശ് വർമ്മ കൂട്ടിച്ചേർത്തു. പുതിയ തലമുറയിൽ ആശയാവിഷ്കാരത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും പ്രകാശ് വർമ്മ പറഞ്ഞു. 24 കൊച്ചി. വാർത്താമഴ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.